and welcome to Super Prime Time Live Show 3 in 1. Gift sponsored by Green Olive Beauty Salon and special gift voucher by Ujala. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷജി. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഒരു പുതിയൊരു വീക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേ ആണ്, മൺഡേ ആണ്. എല്ലാവർക്കും ഒരു നല്ല ഫാബുലസ് ഡേ ആയിരുന്നു ഇന്ന് എന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടും നല്ല അടിപൊളി ഡേയ്സ് ആയിക്കോട്ടെ. അപ്പം പെട്ടെന്ന് എല്ലാവരും വിളിച്ചിട്ട് അറിയാലോ 3 in 1. ഞാൻ വന്നിട്ട് കുറച്ചു കാലം, ഓൾമോസ്റ്റ് ഒരു മാസമായി. പക്ഷെ നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. 3 ക്വസ്റ്റ്യൻ, ആ 3 ക്വസ്റ്റ്യൻസും കറക്റ്റായി പറഞ്ഞ, ഒരു ആൻസർ മാത്രമല്ല 3 ആൻസറും കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് സ്വന്തം. എൻ്റെ സൈഡിൽ കാണുന്നുണ്ടല്ലോ ഈ ഒരു ഉരുണ്ടിരിക്കുന്ന സാധനം. അപ്പം ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ യെസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അത്തിരാൻ തുടങ്ങും. When you say stop, അത് എവിടെയാണ് പോയിന്റ് ചെയ്യുന്നത് ആ ടോപ്പിക്കിൽ നിന്നായിരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. We have a caller. Hello. Hi, good evening. Hello, good evening. ആരത്? എൻ്റെ പേര് ക്രിസ് എന്നാണ്. ക്രിസ്, അറിയാം. വെൽക്കം ബാക്ക്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം ക്രിസ്? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നാട്ടിൽ പോയി തിരിച്ചു വന്നു, അതാണ് വിശേഷം. വെരി ഗുഡ്. പിന്നെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? അതെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ തിരിച്ചു വരുന്നവരെ നല്ല മഴയായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്യുന്നതായിരുന്നു. പക്ഷെ വന്ന ശേഷമാണ് അത് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു കുറച്ച് വിഷമകരമായ വാർത്തയൊക്കെ കേട്ടു തുടങ്ങിയത്. ബട്ട് വി വിൽ ഓവർകം ദാറ്റ്, അല്ലേ? അതെ 100%. ക്രിസ്, എന്തിന്റെ വിശേഷം? വെക്കേഷൻ ഒക്കെ പോയിരുന്നോ? അല്ല, ഞാൻ ലോക്കൽ ലീവ് ആയിരുന്നു. ഞാൻ ബാക്കു ഒക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. ഓ, എനിക്ക് വയ്യ. ഇനി എവിടെയെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ സ്ഥലങ്ങള്? അല്ല, ഞാന് പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അതാ, അല്ല, ഐ മീൻ ക്രിസ് ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്ന ഒരാളല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. അല്ല, ശരിക്കും എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ബക്കറ്റ് ലിസ്റ്റിലുണ്ടല്ലേ? അതെ, എനിക്ക് ഒരുപാട് ട്രാവലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി ലിസ്റ്റിൽ ഇങ്ങനെ ഇപ്പോഴും കിടക്കുകയാണ്. എല്ലാ സ്ഥലത്തും പോകാൻ പറ്റട്ടെ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ബാക്കു ട്രിപ്പ്? ബാക്കു നല്ലതായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇടയ്ക്ക് ഒരു 2 ദിവസം കുറച്ച് ഹെവി റെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ നല്ല 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 ട്രിപ്പ് ആയിരുന്നു. നല്ല ഫുഡാണ് കേട്ടോ. തന്നെ വാട്ട് കൈൻഡ് ഓഫ് ഫുഡ്? സീ ഫുഡ് ആണോ? കേട്ടില്ല. സീ ഫുഡ് ആണോ അവിടെ? അല്ല, സോറി, ഞാൻ സീ ഫുഡ് ഞാൻ കഴിക്കാറില്ല. എനിക്ക് കുറച്ച് അവരുടെ ഈ ഒത്തന്റിക് ആയിട്ടുള്ള കുറെ കബാബ്സും ആ ടൈപ്പ് കുറെ ഫുഡുണ്ട്, അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, ഓക്കെ. മെസേസ് കഴിച്ചിരുന്നോ? ഏതായിരുന്നു? മെസേ, അത് ഈ സാലഡ് പോലെ ഉണ്ടാവില്ലേ, കുറെ ഹമ്മൂസ് ഒക്കെ ഇല്ലേ? മീൻസ് ഞാൻ സാലഡ്സ് കുറച്ച് ട്രൈ ചെയ്തിരുന്നു, പക്ഷെ ഈ പെർട്ടിക്കുലർ ഡിഷിന്റെ എനിക്ക് അങ്ങോട്ട് ഓർക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും, എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ ഇങ്ങനത്തെ അറബ് കൺട്രീസിലും പിന്നെ ടർക്കിയിൽ അവിടെയൊക്കെ പോയാലൊക്കെ അവരുടെ മെസേസ് ആണ് ട്രൈ ചെയ്യേണ്ടത്. ഭയങ്കര ടേസ്റ്റിയാണ്. അല്ല, എനിക്ക് പെർട്ടിക്കുലർ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഒരു ഗ്രിൽ ചിക്കന്റെ കൂടെ കുറെ ഒലിവ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഷ്. ഞാനത് ഓർക്കുന്നില്ല, പേര് ഓർക്കുന്നില്ല. കാണുമ്പോൾ ഒരു ചമ്മന്തി പോലെ ഇരിക്കുന്ന പരുവത്തിലിരിക്കുന്ന സാധനമാണോ? ഒരു ഓൾമോസ്റ്റ് ഒരു സെമി ഗ്രേവി ടൈപ്പ്. അത് ഐ തിങ്ക് അത് മെസേയിൽ പെടും തോന്നുന്നു ഇവരുടെ ഈ. അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ ക്യൂസീനിൽ പോകുമ്പോ അവരുടെ മെസേസ് എന്തായാലും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ക്രിസ്? നല്ല വിശേഷം. പിന്നെ പോയിട്ട് വന്നു. പിന്നെ കുറച്ച് 1-2 ദിവസം ഫ്യുജേറ ഉണ്ടായിരുന്നു. കുറച്ച് മഴ എൻജോയ് ചെയ്യാൻ പറ്റി. ഓ മൈ ഗോഡ്, ഭാഗ്യവാൻ തന്നെ. UAE വന്നിട്ട് മഴ പെയ്യുന്ന സ്ഥലത്ത് തന്നെ ചെന്നെത്തിയല്ലേ? അല്ല, ആക്ച്വലി ഞങ്ങള് റെയിൻ ചേസ് ചെയ്യായിരുന്നു. കാരണം കുറച്ച് ഫ്രണ്ട്സ് ഈ റെയിൻ ചേസേഴ്സ് കുറച്ച് ആൾക്കാരുണ്ട് UAE-ൽ. അപ്പൊ അവരുടെ കൂടെ പോയി, ഫ്യുജേറ പോയി, കുറച്ച് നന്നായിട്ട് റെയിൻ കിട്ടി. അങ്ങനെ എന്താണ് എൻജോയ് ചെയ്തു. കാരണം സമ്മർ റെയിൻ ഭയങ്കര ഡെഫിനറ്റ്ലി. അതെ, നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളെ കൂടെ ഒക്കെ വിളിക്കണേ. ഓക്കെ. പിന്നെന്താ, ഇപ്പം ജോയിൻ ചെയ്തോ? വർക്ക് റീജോയിൻ ചെയ്തോ? ഇല്ല, ഞാൻ 25th ജോയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ എൻജോയ് ചെയ്യാണ് വെക്കേഷൻ, ചുരുക്കി പറഞ്ഞ. അതെ, തീർച്ചയായിട്ടും. അതെ, കൂടെ ആയിരിക്കണ്ടേ? ഞാൻ മാത്രമേ ഉള്ളൂ. എൻജോയിങ് അലോൺ ലൈക്ക് എ കിങ്. അയ്യോ, കോള് കട്ടായി പോയി. കളിക്കാൻ പോലും ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. ക്രിസ്, പ്ലീസ് ഡോണ്ട് വറി, ഒന്നും കൂടെ വിളിക്കാൻ ഞങ്ങൾ ഇപ്പൊ കണക്ട് ചെയ്യും. ഷോ,
എനിവേസ് ക്രിസ് തിരിച്ചു വരട്ടെ. അതിനു മുമ്പ് ഞാനൊരു നിങ്ങൾക്കൊരു സർപ്രൈസിങ് ഒരു എക്സൈറ്റിംഗ് കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പം ഫെസ്റ്റീവ് സീസണിലോട്ട് അങ്ങോട്ട് അടുത്തടുത്ത് വരാണ്. നന്നായിട്ടൊന്ന് മണത്ത് നോക്കിയേ, ഒരു പായസത്തിന്റെയും മുല്ലപ്പൂവിന്റെയും പൂക്കളുടെ ഒക്കെ ഒരു മണമില്ലേ? അതാ ഓണം വരാറായി. സെപ്റ്റംബർ 10 കഴിഞ്ഞിട്ട് അല്ലെ നമ്മൾ ഓണം തുടങ്ങാണ്. സെപ്റ്റംബർ 1st വീക്ക് ഒക്കെ ആവുമ്പോൾ ഓണം തുടങ്ങാണ്. അപ്പം പക്ഷെ നമ്മുടെ സെലിബ്രേഷൻസ് നമ്മൾ UAE-യിലുള്ള മലയാളികൾ ഒരു പടി മുന്നിലാണ്. അപ്പൊ നമ്മുടെ സെലിബ്രേഷൻ ഇപ്പൊ തൊട്ടേ തുടങ്ങി കഴിഞ്ഞു. സോ ഡവ് സീസൺ ഈവന്റ്സ് പ്രസൻസ് അത്തം പത്തോണം 2024 സീസൺ 2. അതായത് സീസൺ 1 അടിപൊളിയായി കഴിഞ്ഞു ലാസ്റ്റ് ഇയർ. ഇപ്രാവശ്യം അതിന്റെ സീസൺ 2 വരെയാണ്. നമ്മുടെ ഷാർജ അൽ നഹ്ദയിലുള്ള നെസ്റ്റോ മിയ മോളിൽ ഈ മാസം അതായത് 25-ാം തീയതി സൺഡേ രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. ഒത്തിരി കോമ്പറ്റീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അടിപൊളി ഗിഫ്റ്റ്സ് ഉണ്ട്. ചോദിക്കുകയാണെങ്കിൽ ഗോൾഡ് കോയിൻസ് ഉണ്ട്, ക്യാഷ് പ്രൈസസ് ഉണ്ട്. അതും കൂടാതെ അടിപൊളി ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെയാണ് ഗിഫ്റ്റായി കിട്ടുന്നത്. ആരും മിസ് ചെയ്യരുത്. ഇത് പ്രോഗ്രാം ലിസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ രാവിലെ 10 മണി മുതൽ ഉച്ച വരെ പൂക്കള മത്സരം, പായസ മത്സരം, പിന്നെ എനിക്കൊക്കെ പറ്റിയ കോമ്പറ്റീഷൻ, ഈറ്റ് ആൻഡ് വിൻ കോമ്പറ്റീഷൻ. ഇതിലെല്ലാവർക്കും പങ്കെടുക്കാമല്ലോ. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് സമ്മാനം കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും ഭാഗ്യം എന്താ. അപ്പൊ ഇതൊക്കെ രാവിലെ മുതൽ ഉച്ച വരെയാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ച തൊട്ട് രാത്രി 10 മണി വരെ തിരുവാതിര കോമ്പറ്റീഷൻ, മലയാളി മങ്ക, മിസ്റ്റർ മലയാളി, നമ്മൾ ആണുങ്ങളും പിന്നിലല്ലോ. പിന്നെന്തൊക്കെയുള്ളത്, മാവേലി കോമ്പറ്റീഷൻ ഉണ്ട്, ഡാൻസ്, മ്യൂസിക്, ഒത്തിരി അനവധി വേറെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇതിനൊക്കെ അടിപൊളി സമ്മാനം ഉണ്ട്. ആരും മിസ് ചെയ്യരുത്. പിന്നെ എന്നത്തെയും പോലെ ഇതിന്റെ ചാനൽ പാർട്ട്ണർ ആരാണ്? UBL HD. സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക, പ്രൈസസ് ഒത്തിരി വാങ്ങിച്ചുകൊണ്ട് പോവാ. മറക്കരുത്, ഈ വരുന്ന 25-ാം തീയതി അൽ നഹ്ദയിലുള്ള നെസ്റ്റോ മിയ മോളിൽ ഡവ് സീസൺ ഈവന്റ്സ് പ്രസൻസ് അത്തം പത്തോണം 2024. എന്നെ നിങ്ങൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ഇൻ കേസ് നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ആരെ കോൺടാക്ട് ചെയ്യും? ഡോണ്ട് വരി, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. 0527978182. തൊട്ട് താഴെ നമ്പർ കൂടി കാണിക്കരുതില്ലേ? ഓക്കെ, ഒന്നുകൂടെ പറയാം. 0527 എന്റെ സൈഡിൽ പോസ്റ്റർ ഉണ്ടില്ലേ, ഇതോടെ ഇവിടെ കാണാം. പക്ഷെ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. 0527978182 അല്ലെങ്കിൽ 05622645545. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാ പേജിൽ ചെക്ക് ചെയ്യാം. ഡവ് സീസൺ ഈവന്റ് എന്ന ഇൻസ്റ്റാ പേജ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് DSEMLLC.com. ഓക്കെ, അപ്പം ഓഗസ്റ്റ് 25 നമുക്ക് മിയ മോളിൽ വെച്ച് കാണണം. പിന്നെ ക്രിസിന്റെ കോൾ എവിടെ? ക്രിസ് ഇതുവരെ കണക്ട് ആയില്ല. ഷോ, എനിവേ വേറൊരു കോളർ വെയിറ്റ് ചെയ്യാണ്, പെട്ടെന്ന് പോയി വരാം. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സുഖാണോ? ഹലോ, ഷൈല. മനസ്സിലായി, അതാ സുഖാണോ ചോദിച്ചേ. മനസ്സിലായി. മാലിക്കുണ്ടോ കൂടെ? ഇല്ല ഇല്ല. ആഹാ, എത്തിയിട്ടില്ല ഇതുവരെ? ഇല്ല, ജിമ്മിൽ പോയിരിക്കണം. അത് എനിക്ക് വയ്യ, മസിൽമാനൊക്കെ ആയിട്ട് വരുമല്ലോ ഇനി. ഒത്തിരി ദിവസമായി നമ്മള് സംസാരിച്ചിട്ട്. മസിൽമാനാവണ്ട. പിന്നെ വയറുണ്ട്, വയറ് കുറച്ചാൽ മതി. എല്ലാവരുടെയും പ്രശ്നം വയറാണ് അല്ലേ? ഒരേ കണക്കിന് ഇരിക്കുന്നതല്ലേ അവിടെ. നമ്മുടെ ഈ വയർലെസ് ഫോണൊക്കെ പിടിച്ചിങ്ങനെ ഇരുന്ന് സോഫായിൽ കിടന്നാൽ എങ്ങനെ വയറ് വെക്കാതിരിക്കുമല്ലേ? ശരി അമ്മ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല, നാട്ടിൽ പോയിട്ട് വന്നതല്ലേ. എപ്പോ പോയി? കഴിഞ്ഞ 14-ാം തീയതി ഞാൻ വന്നത്. ശരി ശരി. അപ്പൊ മഴയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അങ്ങനെ? ഇല്ല ഇല്ല, ഞാൻ ഉള്ളപ്പോ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു അവിടെ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? ഇല്ല ഇല്ല, ഇനി രാത്രി 9 മണിയാവും കഴിക്കാന്. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പം അമ്മ പിന്നെ കേട്ടില്ലേ, പ്രോഗ്രാം വരാണ് അത്തം പത്തോണം. വരണം കേട്ടാ, നല്ല രസാണ്. ഭക്ഷണം കഴിച്ച് സമ്മാനം കിട്ടാന്ന് പറഞ്ഞ എന്ത് നല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഗോൾഡ് കോയിൻ, ക്യാഷ് പ്രൈസ്, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. എന്തായാലും പോണം, സൺഡേ ആണ്. ഓക്കെ. പുതിയ സിനിമ കണ്ടോ? പുതിയ സിനിമ വല്ലതും കണ്ടോ? ഞാൻ കാണാറില്ല, അവൻ പോവും. അമ്മ കാണാൻ ഇഷ്ടല്ല?
ഞാൻ അങ്ങനെ പോവാറില്ല. നേരത്തെയൊക്കെ പോകുമായിരുന്നു. വലിയ താല്പര്യം ഇല്ല പോവാൻ. ടിവിയിലും കാണൂലേ ഈ പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ടിവിയില് കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കളിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോളൂ. നമ്മളെ സോറി ഇപ്പുറത്താണ് അല്ലേ, മൂപ്പർ റെഡിയാണ്. സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ, GK. അപ്പൊ GK ആണ് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്. അപ്പൊ പൊളിച്ചെടുക്കണം കേട്ടോ, പ്രൈസ് കിട്ടണം. ചോദിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഹിയർസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കട്ടെ, പിന്നെ എന്താ ഓണത്തിന്റെ ഒക്കെ പ്ലാന്? അല്ല, ഓണത്തിന് നമ്മൾ ഇവിടെ ഇല്ലേ, അതുകൊണ്ട്. ഇല്ലേ? അല്ല, ഓണത്തിന് ഇവിടെ ആണല്ലോ. അതെ അതെ, എന്താ പ്ലാന്? സദ്യ, വീട്ടില് സദ്യ ഉണ്ടാക്കുന്നോ? വലിയ പ്രശ്നം ഇല്ല. കഴിഞ്ഞ തവണ സദ്യ വാങ്ങിച്ചവൻ, ഓർഡർ കൊടുത്ത് വാങ്ങിക്കും. അവനൊക്കെ വലിയ ഉത്സാഹമാണ് മാലിക്കിന്. അത് ശരി. ഒരു ചേഞ്ചിന് രണ്ടുപേരും കൂടി ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കുക, രസല്ലേ? മാലിക്കിനെ കൊണ്ട് വേണം എല്ലാം കട്ടൊക്കെ ചെയ്യും. അവനൊക്കെ അതൊക്കെ വലിയ ഉത്സാഹം ഇഷ്ടാണ്. നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫിർദൌസി, ഉമർ ഖയാം, റൂമി. ഇവരിൽ ആരെയാണ് പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ഉമർ ഖയാം. അയ്യോ, ഫിർദൌസി ആയിരുന്നു അമ്മ. കുഴപ്പമില്ല, സാരല്ല. നമ്മുടെ മാലിക് വന്ന ശേഷം വീണ്ടും വിളിക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സ്വന്തം ഷീലാമ്മ ആയിരുന്നു, നമ്മുടെ സ്ഥിരം കോളറാണ്. സാധാരണ എന്ത് വിളിക്കുമ്പോഴും പ്രൈസ് അടിച്ചിട്ടാണ് പോവാറ്. പക്ഷെ ഇന്ന് എപ്പോഴും നമുക്ക് ഭാഗ്യം നമ്മളെ കൂടെ ആവണമെന്നില്ലല്ലോ. പക്ഷെ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം എന്തായാലും ജയിക്കും. അപ്പൊ നിങ്ങളും നോക്കി നിൽക്കാതെ ഫോൺ എടുത്ത് പെട്ടെന്ന് വിളിക്കുക. ഫോൺ വിളിക്കുന്ന നമ്പർ ടോണി നമ്പർ കാണിച്ചു കൊടുക്കത്താണ്, എന്നാലും അവര് വിളിക്കല്ലോ. 0423824991 ഈ നമ്പറിലോട്ടേക്ക് വിളിക്കുക. 3 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ജീവിതമാകെ അട്ടിമറിയും സുഹൃത്തുക്കളെ, പെട്ടെന്ന് വിളിക്കുക. അപ്പം ഇതൊരു വിശേഷം. പിന്നെ ഒരു വിശേഷം അറിയാലോ, നമ്മുടെ നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസ്. ഓക്കെ, ഞാൻ അതിന്റെ വേറെ വിശേഷം ഡീറ്റെയിൽസ് ഇങ്ങനെ തപ്പിയെടുക്കായിരുന്നു, അത് തോണ്ടിട്ട് കാണുന്നില്ല. എന്തായാലും ഞാൻ തന്നെ പറയാം. ഇവിടെ നിതം കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസ് പവേർഡ് ബൈ none other than UPL HD. അപ്പം അറിയാലോ, ഇത് 12 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സീരീസ് ആണ്. ഇത് UAE തന്നെ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ്. അപ്പൊ ഇതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാല് UAEയിലുള്ള നല്ല പാട്ടുകാരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓരോ മാസം ഓരോ സെലിബ്രിറ്റി സിംഗേഴ്സിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരു നല്ലൊരു സ്റ്റേജിൽ വെച്ചിട്ട് ആ സെലിബ്രിറ്റിയുടെ കൂടെ നമ്മുടെ UAEയിലുള്ള നമ്മുടെ പ്രവാസി മലയാളി പാട്ടുകാർക്ക് പാടാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. സോ ഇപ്രാവശ്യം, അതായത് ഈ മാസത്തെ സെലിബ്രിറ്റി സിംഗർ വേറെ ആരുമില്ല, മിസ്റ്റർ നരേഷ് അയ്യർ. അപ്പൊ മൂപ്പര് എന്താണ് വരാൻ പോകുന്നത് വെച്ചാൽ 31 ഓഗസ്റ്റ്, അതായത് സാറ്റർഡേ ഈ മാസം അവസാനമാണ് ഇവന്റ്. നരേഷ് അയ്യറിന്റെ കൂടെ നമ്മുടെ സ്വന്തം UAEയിലുള്ള നമ്മുടെ പ്രവാസി മലയാളി പാട്ടുകാരാണ് ഇദ്ദേഹത്തിന്റെ കൂടെ പാടാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പോവാം. ഇത് എവിടെയാന്ന് വെച്ചാല് നമ്മുടെ ദുബായ് അമേരിക്കൻ അക്കാദമി ഹെസ സ്ട്രീറ്റ് അൽ ബർഷ. അപ്പൊ മറക്കണ്ട, 31 ഓഗസ്റ്റിനാണ്. എന്നിട്ട് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, പോസ്റ്റിന്റെ താഴെ ഉണ്ടോ, ഞാനിവിടെ വായിച്ചു തരാം. 0501385889 അല്ലെങ്കിൽ 0585906609 ഈ 2 നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാം. 31 ഓഗസ്റ്റ് ആണ്. അമേരിക്കൻ അക്കാദമി ഹെസ സ്ട്രീറ്റ് അൽ ബർഷയിൽ വെച്ചാണ് നിങ്ങളുടെ ഫേവറേറ്റ് സിംഗർ നരേഷ് അയ്യർ. നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസ് പവേർഡ് ബൈ UBL HD. അപ്പൊ എല്ലാരും പോവാ, നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രവാസി സിംഗേഴ്സിനെ കൂടി സപ്പോർട്ട് ചെയ്യുക അല്ലേ.
സോ ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. അതുപോലെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ എന്നാ ഡോണ്ട് വറി. നിങ്ങൾ പാടിയ 2 പാട്ട് മെയിൽ ചെയ്ത് കൊടുക്കാം. അറിയാലോ, മെയിൽ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സെലക്ട് ആവുന്നുണ്ടെങ്കിൽ ഈ മാസം സെലക്ട് ആയില്ലെങ്കിൽ വേറെ നെക്സ്റ്റ് മന്തിലേക്ക് നിങ്ങൾ സെലക്ട് ആവാം. ഓരോരോ സെലിബ്രിറ്റിയുടെ കൂടെ പാടാം. ഐ തിങ്ക് വി ഹാവ് എ കോളർ. ഹലോ ഹലോ ഗുഡ് ഈവനിങ്. എൽവിൻ വിളിച്ചില്ലല്ലോ, എൽവിൻ വിളിച്ചില്ലല്ലോ ഇത് വിചാരിക്കരുത്. കഴിഞ്ഞോ ചായ കുടിയൊക്കെ കഴിഞ്ഞോ എൽവിൻ? ചായ കുടി കഴിക്കും. ആ എവിടെയാണ്? ബാക്ക് ടു റൂം? റൂമിലാ. ആ എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗെറ്റ് ടുഗദർ ഒക്കെ? നന്നായിരുന്നു. ആഹാ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ക്ലിനിക്ക് കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ UBL ആണ്. ശരി, ഓക്കെ. പിന്നെ പറ, എന്താ പറയാ വന്നേ? എപ്പോഴാ അബുദാബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നേ? ഞാന് നാളെ. ആ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ UBL വന്നിട്ട് എല്ലാവർക്കും ട്രീറ്റ് തരാൻ കേട്ടോ. പുതിയ ജോലിയൊക്കെ കിട്ടി തരണം. അതെ, നമ്മുടെ 3-in-1 നമ്മുടെ കോളേഴ്സ് ഒക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലോ നിങ്ങളെ ബർത്ത്ഡേ എന്താണെങ്കിലും നമുക്ക് ട്രീറ്റിനൊക്കെ ഞങ്ങളെ വിളിക്കണം. എവിടെ തിന്നാനുണ്ടോ അവിടെ ഞങ്ങൾ എത്തിയിരിക്കും അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് എൽവിൻ? പുതിയ പടങ്ങളുണ്ടോ? മൂവി ഉണ്ടോ? പുതിയതൊന്നും. ഇത് കണ്ടു, അമീഗോ. ഏതാണ്? അഡിയോസ് അമീഗോ. ആ എങ്ങനെയുണ്ട്? ആസിഫ് അലിയുടെ കൊള്ളാവോ മൂവി? ഡീസന്റ് പടം കണ്ടിരിക്കാം. ഓക്കെ. ഏതാണ് അടുത്ത ബക്കറ്റ് ലിസ്റ്റിലുള്ള പടം? എനിക്ക് കാണണം എന്ന് വിചാരിക്കുന്ന പടം? നമ്മുടെ ഇനിയിപ്പോ മണിച്ചിത്രത്താഴ്. അയ്യോ 3D HD അത് അല്ല, സോറി 4D മറ്റേ റീമാസ്റ്റേർഡ്. മനസ്സിലായി. അത് 3D ആണോ 4D ആണോ? 4D അല്ലേ? 3D അല്ല, 4D അല്ലേ? അങ്ങനെയാണോ? അതറിയില്ലേ? ഓ അതല്ലേ ഇത്രയും സെൻസേഷൻ. സത്യം പറഞ്ഞാല് മണിച്ചിത്രത്താഴ് സാധാരണ നോർമൽ മണിച്ചിത്രത്താഴിനെ കണ്ടിട്ട് നമുക്ക് തിയേറ്ററിൽ ഇരിക്കാൻ പറ്റിയില്ല. അത് 4D ഒക്കെ ആക്കിയുള്ള അവസ്ഥ അല്ലേ? ശോഭനയുടെ ആ ഒരു വിളി കേട്ട് കഴിഞ്ഞാ നമ്മള് ശരിക്കും ഇപ്പോഴും പേടിയാണ് സിനിമ കാണാൻ പോകുന്ന പറയുമ്പോ. തോന്നില്ലേ എൽവിന്? പിന്നെ തിയേറ്ററിലെ ഈ 4Dയില് മണിച്ചിത്രത്താഴ് കാണാൻ പോകുന്ന പറയുമ്പോ ചെറിയൊരു പേടിയൊക്കെ തോന്നില്ലേ? അല്ല, മണിച്ചിത്രത്താഴെ പണ്ട് നമ്മൾ അധികം ഇപ്പൊ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കൂടുതലും ഈ ഫേസ് ഒക്കെ കാണിച്ചിട്ടല്ലേ പേടിപ്പിക്കുക. പക്ഷെ മണിച്ചിത്രത്താഴ് നമ്മൾ ആ മ്യൂസിക്കും ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ പേടിയായി. സത്യം അതല്ല, സത്യം പറ്റേ ഏറ്റവും ക്രെഡിറ്റ് കൊടുക്കണം. ഐ മീൻ ശോഭന ആസ് എൻ ആക്ട്രസ് ഒരു ലാലേട്ടൻ ആസ് എൻ ആക്ടർ അമേസിംഗ് ആണ്. പക്ഷെ അതുകൂടാതെ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്ക് സ്കോർ അതൊക്കെ കൂടാതെ നമ്മുടെ ശുഭലക്ഷ്മി അല്ലേ, വോയിസ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, സോറി പ്ലീസ് പാർഡൺ മീ, ഭാഗ്യലക്ഷ്മി അവരുടെ the way she have presented it, അത് ഭയങ്കര ഒരു ക്രെഡിറ്റ് തന്നെ അല്ലേ? അവരുടെ വോയിസും ആ മോഡുലേഷൻസും അതിൽ തന്നെ ഇരിക്കുന്ന ഒത്തിരി. അതെ, നല്ല രസമുണ്ട്. എന്തായാലും കാണണം. കുറെ 93 ഇറങ്ങിയതല്ലേ, നമ്മളൊക്കെ ചെറിയ പിള്ളേരായിരുന്നു. അപ്പൊ ഇതിന്റെ തന്നെ തമിഴ് ഉണ്ടായിരുന്നില്ല മനുഷ്യത്താഴ്? അതില് അല്ല സോറി, അതില് തമിഴ് സംസാരിക്കുന്നില്ലേ നാഗവല്ലിയായിട്ട്? അത് പക്ഷെ ഭാഗ്യലക്ഷ്മി ചേച്ചി അല്ല കേട്ടോ. അതെ, അത് വേറെ ആരും ചെയ്ത്. ഷീ ഹാസ് ഡൺ an amazing work too അല്ലേ? നന്നായി ഹിറ്റുണ്ട്. ശരി, ഓക്കെ. എന്തായാലും എല്ലാം കാണാൻ പറ്റിട്ട് ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയത്. ജിത്തു ജോസഫിന്റെ പടം വരാൻ പോണോ? അതെന്തായാലും കാണണം, ദൃശ്യത്തിന്റെ ഒക്കെ ശേഷം അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മൂപ്പര് ട്വിസ്റ്റ് പടമാണ് എടുത്തിരിക്കുന്നത്, ഹ്യൂമറാന്ന് തോന്നുന്നു. ഇതുപോലത്തെ സസ്പെൻസ് ത്രില്ലർ അല്ല. ഓക്കെ എൽവിൻ, ഞാൻ അറിഞ്ഞു പെനീനെ വിളിച്ചപ്പോ സമ്മാനം കിട്ടിയെന്നൊക്കെ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ കോളിലും സമ്മാനം കിട്ടണം, മനസ്സിലായല്ലോ?
അതൊന്നും എനിക്കറിയണ്ട. ഞാൻ എന്റെ കോളില് വിളിച്ചാല് സമ്മാനം കിട്ടണം, എനിക്ക് അത്രേ ഉള്ളൂ. എന്റെ സകല ബുദ്ധി ഞാൻ ഉപയോഗിച്ചിരിക്കും. അത്രക്ക് വേണോ? ഓക്കെ, നമുക്കെന്നാ മനസ്സിലെന്റെ കാര്യമായി ധ്യാനിച്ചോളൂ, നമുക്ക് തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. നമ്മുടെ ചക്രം തിരിഞ്ഞോണ്ടിരിക്കുകയാണ് സഹോദരേ. യെസ്, സ്റ്റോപ്പ്. എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ല. ഓ ശരി, ഓക്കെ. അപ്പം കമ്പ്യൂട്ടറിനോട് റിക്വസ്റ്റ് ആണ്, എൽവിന് കാണാൻ പറ്റുന്നില്ല, ടി വി മുമ്പിലില്ല. സോ അത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാവൂ, പോരെ? സോ ഹിയർസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്, ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ഡോക്ടർ രാജ രാമണ്ണ, ഡോക്ടർ ഹോമി ജെ ബാബ, ഡോക്ടർ രാമചന്ദ്രൻ ദത്താത്രേയൻ. ഹോമി ബാബ. ഓപ്ഷൻ 2 ഡി അല്ലേ? എടാ, ആദ്യം തന്നെ കൊണ്ടേ ആ ബോംബ് പൊട്ടിച്ച് നശിപ്പിച്ചിട്ടോ. ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. അതെ, ഡോക്ടർ രാജാരാമൻ. അപ്പൊ എന്നെ മറക്കരുത് കേട്ടാ. അണുബോംബിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ രാജാരാമൻ. എടാ എൽവിൻ, വേഗം നെക്സ്റ്റ് വിളിച്ചിട്ട് പ്രൈസ് മേടിച്ചോളാം, പെന്നി വരുന്നതിന് മുമ്പ്, കേട്ടല്ലോ? ഓക്കെ, ഹലോ. ഓക്കെ, എൽവിൻ പോയിന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് എൽവിൻ. വീണ്ടും വിളിക്കാം. അപ്പം ഇപ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ കോളേജിൽ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വിളിക്കുക. എനിക്കിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വീർപ്പി മുട്ടി ശ്വാസം മുട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് വിളിക്കാം, നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പം എല്ലാവരും വിളിക്കുക, എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ. നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്ദേശം തോന്നുന്നത്, അല്ലേ? വി ഷുഡ് ഓൾവേസ് ഗിവ് നമ്മുടെ ലവ്, നമ്മൾ ഷെയർ ചെയ്യുക, സന്തോഷം ഷെയർ ചെയ്യുക, സ്പ്രെഡ് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് എ റിപ്പിൾ. നമ്മൾ ഒരു നന്മ ചെയ്യുമ്പം അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഥകളുണ്ടാവും ഷെയർ ചെയ്യാൻ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുമ്പം അതും കൂടി ഷെയർ ചെയ്യുക. പിന്നെ ഇപ്രാവശ്യം നിങ്ങളുടെ ഓണത്തിന് എന്താണ് നിങ്ങൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതും കൂടി പറയാം. അതുപോലെ നമുക്കറിയാലോ, നമ്മുടെ വയനാട്ടിൽ നടന്ന ആ ഒരു സംഭവം നമ്മളെല്ലാവരും വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോണ ഡു? നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന് എല്ലാവരുടെയും ഒരു ചെറിയ ചെറിയ തോട്ട്സ് ഷെയർ ചെയ്യുക. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്, നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് തോട്ട്സ് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം പെട്ടെന്ന് വിളിക്കുക. 8:30 വരെ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. ഇപ്പം 8 മണി ആവാറായി. പിന്നെ അപ്പം ഇന്ന് പറഞ്ഞ വിശേഷങ്ങൾ അറിഞ്ഞല്ലോ. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത്തം 10 വരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസും വരാണ്, അതിൻ്റെ ഈവൻറ്റും വരാണ്. 2 നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ ഒരുപാട് നല്ല മൂവീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല സീരീസ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിൽ മുമ്പുണ്ടായ ഒരു അടിപൊളി ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരുന്നു ഹസീന ദിൽറുബ. യെസ്, ഹസീന ദിൽറുബ എന്ന് പറഞ്ഞാൽ നല്ലൊരു ത്രില്ലർ പടമായിരുന്നു. അതിൻ്റെ സെക്കൻഡ് വേർഷൻ ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇറ്റ്സ് കോൾഡ് ഫിർ ആയി ഹസീന ദിൽറുബ. രസാണ്. ഐ എം എക്സ്പെക്ടിങ് അതിൻ്റെ ഒരു 3rd പാർട്ട് കൂടി ഉണ്ടാവും. സോ കാണാത്തവരൊക്കെ പെട്ടെന്ന് കാണാം. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാം. 3rd പാർട്ട് നമുക്ക് പെട്ടെന്ന് കാത്തിരിക്കാം. പിന്നെ അതുപോലെ ഇന്ത്യൻ ടു നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട്. കാണാത്തവരൊക്കെ പെട്ടെന്ന് അതും കാണാം. ഒത്തിരി സീരീസും ഒത്തിരി നല്ല മൂവീസും നെറ്റ്ഫ്ലിക്സിലുണ്ട്. നമ്മുടെ മഹാരാജ ഉണ്ട്. പിന്നെ അതുപോലെ സീരീസ് ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് എനിക്ക് സജസ്റ്റ് ചെയ്തതുപോലെ എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ, ആ സീരീസ് കാണാം. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഗോസിപ്പ് ഗേൾ നല്ലതാണ്. പിന്നെ അതുപോലെ another thing is ഗിൽമോർ ഗേൾസ് പഴയ ഒരു സീരീസ് ആണ്, ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഗിൽമോർ ഗേൾസിന്റെ ഒരുപാട് സീസൺ, ഐ തിങ്ക് സീസൺ 1 സീസൺ 2 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അത് കാണാം. ദാറ്റ്സ് അബൌട്ട് സീരീസ് ആൻഡ് മൂവീസ്.
പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ എല്ലാവരുടെ ഈ ഒരു വെക്കേഷൻ ടൈമാണ്. ഇപ്പൊ എനിക്ക് ക്ലിനിക്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആൾക്കാരൊന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാവരും നാട്ടിലാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ വിശേഷം എന്താന്ന് പറയാ. ഇനി നിങ്ങളുടെ ഈ വെക്കേഷൻ നാട്ടിലാണോ പോയിരിക്കുന്നത് അതോ പുറത്തെവിടെയെങ്കിലാണോ? ഇപ്പൊ നമ്മുടെ ക്രിസ് നേരത്തെ പറഞ്ഞു ബാക്കിൽ പോയി വന്ന് എൻജോയ് ചെയ്തു. സോ ടെൽ മീ അബൌട്ട് യുവർ വെക്കേഷൻ പ്ലാൻസ്. വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു ഫോർ യുവർ വെക്കേഷൻ? അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആൻഡ് യുവർ ഓണം പ്ലാൻസ്, യുവർ എന്താ പറയുക, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വേറൊരു മദേഴ്സിനും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒരു സങ്കട വാർത്ത എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് സ്കൂൾ റീഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മാസം ഐ തിങ്ക് 28th ആവുമ്പം, ഏകദേശം ഓൾമോസ്റ്റ് 28th ഓഫ് ദിസ് മന്ത് ആവുമ്പം നമ്മുടെ സ്കൂൾ റീഓപ്പൺ ചെയ്യും മക്കളെ. രാവിലെ വീണ്ടും 5 മണിക്ക് എണീക്കുക, മക്കളെ സ്കൂളിൽ അയക്കുക, ബാക്ക് ടു സ്കൂൾ. പിന്നെ അതിനു മുമ്പ് നമ്മൾ എന്നും പറയുന്നതല്ല, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനായി നമ്മുടെ UAE റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിനായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അടിപൊളി ഈവന്റ് വരാണ്. അതായത് ഈ 25-ാം തീയതി, അതായത് August 25th നമ്മുടെ ഷാർജ അൽ ലഹ്ദയിലുള്ള നെസ്റ്റോ മിയ മോളിൽ വെച്ച് അത്തം പത്തോണം 2024 സീസൺ 2, അതെ, അതിന്റെ ചാനൽ പാർട്ട്ണർ ലൈക്ക് ഓൾവേസ് UBL HD ആണ്. അപ്പൊ എല്ലാവരും വരാം. അത് അടിപൊളി ഒരു ഈവന്റ് ആയിരിക്കും. കാരണം രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ ഒരു ഫൺ പാക്ഡ് ഈവന്റ് ആണ്. അതായത് രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. അപ്പൊ ഒത്തിരി കോമ്പറ്റീഷൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കോളേജിലേക്ക് ഉണ്ടാകുന്ന കലോത്സവം ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഓർമ്മ വരും നിങ്ങൾക്ക്. ഒത്തിരി കോമ്പറ്റീഷൻസ് ആണ്. അതുപോലെ അടിപൊളി ഗിഫ്റ്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗോൾഡ് കോയിൻസ്, ഗോൾഡിനെ ഇപ്പൊ നല്ല വിലയാണ്, സ്വർണ്ണ വില. ഫ്രീ കിട്ടുമ്പോൾ എന്തിനാണ് വെറുതെ കളയുന്നല്ലേ? ഗോൾഡ് കോയിൻസ്, ക്യാഷ് പ്രൈസ്, പിന്നെ നിരവധി ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഗിഫ്റ്റ്സ് ആയി കൊടുക്കുന്നത്. ആരും മിസ് ചെയ്യരുത്. അപ്പം എന്തൊക്കെയാണ് ഇവരുടെ കോമ്പറ്റീഷൻസ് എന്ന് ചോദിച്ചാൽ, രാവിലെ 10 മണി മുതൽ ഒരു ഉച്ചക്ക് 1 മണി വരെ പൂക്കള മത്സരം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗാങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ്, അല്ലെങ്കിൽ കൊളീഗ്, ഓഫീസ് ഫ്രണ്ട്സ് ആരായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. നല്ലൊരു പൂക്കളം ഉണ്ടാക്കുക, ഗിഫ്റ്റ്സ് കൊണ്ടുപോവുക. പിന്നെ അതുപോലെ പായസം കോമ്പറ്റീഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി പായസമൊക്കെ ഉണ്ടാക്കുക. പായസം കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈറ്റ് ആൻഡ് വിൻ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് കഴിച്ച സമ്മാനം വാങ്ങിച്ചോണ്ടാവും. പിന്നെ ഉച്ചക്ക് 2 മണി തൊട്ട് രാത്രി ഐ തിങ്ക് വി ഹാവ് എ കോളർ. അത് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. എവിടെയും പോരുത്. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാ അത്? ഞാൻ ദുർഗപ്രസാദ് കളത്തിൽ. ഷോ, ഭയങ്കര പേരാണല്ലോ, സുരേഷ് ഗോപിന്റെ സിനിമയിൽ ഉണ്ടാകുന്ന പേരൊക്കെ പോലെ. ദുർഗപ്രസാദ് കളത്തിൽ. എവിടുന്നാ വിളിക്കുന്നത് ദുർഗപ്രസാദ്? സോറി, എവിടുന്നാ? വേർ ആർ യു കോളിംഗ് ഫ്രം? ഐ ആം ഫ്രം കാസർഗോഡ്. കാസർഗോഡ് നിന്നാണോ വിളിക്കുന്നത്? അല്ല, ബുർജുമാൻ. എവിടുന്ന്? ബുർജുമാൻ. കാസർഗോഡുകാരാണോ? കാസർഗോഡുകാരനാണ്. ഐ വാ, ഞാനും കാസർഗോഡുകാരിയാണ്. എന്റെ സംസാരം കേട്ട് തോന്നിയില്ലേ? നിങ്ങൾ കാസർഗോഡ് എവിടെയാണ്? ഞാൻ എവിടെയാന്നാ ഞാൻ പറയാം. എന്റെ പേരെന്ന് പറഞ്ഞാൽ ദുർഗപ്രസാദ്. ദുർഗപ്രസാദ് കളത്തിൽ. ദുർഗപ്രസാദ് കാസർഗോഡ് എവിടെയാ? ഞാൻ ഉദുമ പാലക്കുന്ന്. പിന്നെ നമ്മുടെ ബേക്കൽ ഫോർട്ടിന്റെ അടുത്ത്, താജ് റിസോർട്ടിന്റെ അടുത്ത്, നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത്. പാലക്കുന്ന് അമ്പലമില്ലേ? അതിന്റെ അടുത്തല്ല. വെരി ഗുഡ്. ഞാൻ വിദ്യാനഗർ കേട്ടിട്ടുണ്ടോ? ഏത് വിദ്യാനഗർ? കാസർഗോഡ് ടൗണില്. വിദ്യാനഗർ. അതിന്റെ അടുത്താണ് എന്റെ വീട്. അപ്പൊ നമ്മൾ നാട്ടുകാരാണ്. പിന്നെ അല്ല, നമുക്ക് ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കണം, ടീം കാസർഗോഡ്. അതെ. എന്തായിരുന്നു ഇവിടെ ദുർഗപ്രസാദ്? ഞാൻ ഇവിടെ ഒരു ഓഫീസ് അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നു. ദുബായ് തന്നെയാണോ ജോലി? ദുബായ് തന്നെ. ഫസ്റ്റ് ടൈം ആണോ ഇവിടെ 3 in 1 വിളിക്കുന്നത്? ആദ്യമായിട്ടാണ്. അടിപൊളി. വാം വെൽക്കം. താങ്ക് യു. ഞങ്ങളുടെ ഇതുവരെ ഇപ്പൊ 3 വർഷമായി തോന്നി പ്രോഗ്രാമേ. അപ്പൊ ഈ 3 വർഷത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഞങ്ങളുടെ ഇവിടെ വിളിച്ച ആൾക്കാർ വെച്ചടി കയറ്റം കിട്ടി ഹൈ പൊസിഷനിൽ എത്തിയ ചരിത്രം ഉള്ളൂ. അപ്പൊ ഭാഗ്യവാനാണ്. നോക്കാലോ. ഇൻഷാ അല്ലാഹ് നോക്കണം, ഉറപ്പായിട്ട്. ഓക്കെ. അപ്പോ ദുർഗപ്രസാദ്, അപ്പൊ ഈ കളി എങ്ങനെയാണെന്ന് അറിയോ? കണ്ടിട്ടുണ്ടോ ആരെയും കളിക്കുന്നത്? നേരത്തെ കോളറ്
ഒന്ന് പറഞ്ഞു വളരെ ഈസിയാണ്. അതായത് സ്റ്റാർട്ട് എന്ന് പറയാ, എന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറയാ. അന്നേരം എന്റെ സൈഡിൽ ഇരിക്കുന്ന വീല് കണ്ടില്ലേ, അത് കറങ്ങിയിട്ട് എവിടെയാണോ പോയിന്റ് ചെയ്യുന്നത് ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. മൊത്തത്തിൽ ഞാൻ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാം. ഓക്കെ, 3 ക്വസ്റ്റ്യനും ഡിഫറെന്റ് ടോപ്പിക്സ്. ഓരോ തവണ യു ഷുഡ് സേ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. മനസ്സിലായോ? പിന്നെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 10 സെക്കൻഡ് കിട്ടുള്ളൂ ആൻസർ പറയാൻ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ടൈം സ്റ്റാർട്ട് ആവും. ടിവിയിൽ ശ്രദ്ധിക്കരുത്, ടിവിയിൽ ചെറിയൊരു ലാഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ തുടങ്ങാം. 3 ആൻസർ കറക്റ്റ് പറഞ്ഞാലേ ഗിഫ്റ്റ് കിട്ടുള്ളൂ. 20 സെക്കൻഡ് ആണ്, എനിക്ക് തെറ്റിപ്പോയി. 10 അല്ല 20 സെക്കൻഡ് കിട്ടി. 10 സെക്കൻഡ് എക്സ്ട്രാ പിടിച്ചോ. ഓക്കെ, പിന്നല്ല, തുടങ്ങിക്കോ. ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞു കേട്ടോ. ചക്രമേ അല്ല, ഇവിടെ ഒന്നുകൂടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ബാസോട് കൂടി. ഓക്കെ, സ്റ്റോപ്പറാ. വെരി ഗുഡ്. മൂവീസ് ഇഷ്ടമുള്ള ആളാണോ? എന്താണ് ടോപ്പിക്? മൂവീസ് സിനിമ ഇഷ്ടാണോ? മൂവീസ് ആണ് ഫസ്റ്റ് ടോപ്പിക്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. 20 സെക്കൻഡിനുള്ള ഉത്തരം പറയണം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. 2019 JC ഡാനിയൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? 2019 JC ഡാനിയൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻസ്: പി ജയചന്ദ്രൻ, ഓപ്ഷൻ ബി ഷീല, ഓപ്ഷൻ സി ഹരിഹരൻ. ജയചന്ദ്രൻ, ഷീല, ഹരിഹരൻ. പെട്ടെന്ന് പറഞ്ഞോളൂ, ടൈം. ഹരിഹരൻ സർ. ഓക്കെ, ഓപ്ഷൻ സി ഹരിഹരൻ. ഗസ് ആയതാണോ? എന്തായാലും രക്ഷപ്പെട്ടിരിക്കുന്നത് കറക്റ്റ് ആൻസർ. സമ്മാനം കിട്ടും എനിക്ക്. 3 അല്ല പറഞ്ഞ 3 ആൻസറിന് കറക്റ്റ് ആൻസർ പറയണമെന്ന്. ഒന്ന് പറഞ്ഞാൽ കിട്ടില്ല. 3 കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു പടി കയറിയിരിക്കുന്നു, ഇനി 2 പടിയും കൂടെ ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ട് വരണം. ഓക്കെ, ഓക്കെ. GK, അടുത്ത ടോപ്പിക് GK ആണ് കേട്ടാ. അപ്പൊ ജയചന്ദ്രന്റെ ജനറൽ നോളജ് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രസീലിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ബ്രസീലിന്റെ ഔദ്യോഗിക ഭാഷ, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ബ്രസീൽ ഏതാണ്? സ്പാനിഷ്, പോർച്ചുഗീസ്, അപ്പാലേ. സ്പാനിഷ്, പോർച്ചുഗീസ്, അപ്പാലേ. ഇതിൽ ഏതാണ് ബ്രസീലിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്? അയ്യോ, ഗ്ലൂ ഒന്നുമില്ല. പെട്ടെന്ന് ചടപടേ. സ്പാനിഷ്, പോർച്ചുഗീസ്, അപ്പാലേ. എന്തൊന്നു പോലും അറിയാത്തത് കൊണ്ട് 3ാമത്തത് ഓപ്ഷൻ ചെയ്യില്ലേ? 2ാമത്തെ പോർച്ചുഗീസ് ആയിരുന്നു ആൻസർ. നമ്മുടെ നടുക്ക് ഒളിച്ചിരിക്കുന്നത് അതായിരുന്നു നമ്മുടെ ബ്രസീലിലെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അതാണ് ആ സ്പിരിറ്റിൽ എടുക്കുക. അപ്പൊ ജയചന്ദ്രൻ, ഇത് ഫസ്റ്റത്തെ കോൾ അല്ലേ? ഇതിങ്ങനെ ഇനിയും വിളിക്കണം. ഇനി ഞങ്ങളുടെ UBLന്റെ ഫാമിലി മെമ്പർ ആണ്, സ്ഥിരം വിളിക്കണം കേട്ടോ. വെരി ഗുഡ്, അതാണ് സ്പിരിറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. അപ്പൊ ഇത്രയും ഞാൻ സംസാരിച്ചതുകൊണ്ട് എനിക്കൊരു ബ്രേക്ക് അത്യാവശ്യമല്ലേ? സോ സീ യു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Welcome back to 3 in 1. Gift sponsored by Green Leaf Beauty Salon and special gift voucher by Ujala Charbunawala tin tin tin. അങ്ങനെ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത ഷോയിലുള്ള ആൾ ഇപ്പോഴേ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ നമുക്ക് ഇനി സമയമുണ്ട് 30 മിനിറ്റ്സ്. പെട്ടെന്ന് വിളിച്ചിട്ട് സമ്മാനങ്ങളെല്ലാം വാരിക്കൊണ്ട് പോവാ. സോ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞു നിർത്തിയിരുന്നത്? നമ്മുടെ അത്തം പത്തോണം 2024 കുറിച്ച് അല്ലേ?
യാ ഹലോ. ഓ നമ്മുടെ കോളർ ഉണ്ട്, പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാം. ഹലോ മാലിക്. ഹലോ. എന്താണ് വിശേഷം? ഇപ്പം അമ്മ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചേ ഉള്ളൂ, അപ്പൊ പറഞ്ഞു ജിമ്മിലാണ് തന്നെ. അതെ, ഞാൻ ജിമ്മിലാണ്. ജിമ്മിലൊക്കെ പോയിട്ട് മസിൽ മാൻ ആവാനുള്ള പ്ലാൻ ആണല്ലേ? അങ്ങനെയില്ല, ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ മാലിക് നല്ല ഫിറ്റ് അല്ലേ അല്ലേലും പൊതുവേ? ആര്? ഞാനോ? ഫിറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ഫിറ്റ് അല്ല, സാറില്ല, പെട്ടെന്ന് അല്ല, ആരോഗ്യപരമായിട്ട് ഫിറ്റ് ആണ്. എന്നാലും ഒരു 100% അറ്റൈൻ ചെയ്യാനുണ്ട്. എന്തായാലും ഗുഡ്, അതിലൊരു സ്റ്റെപ്പ് എടുത്തത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, കീപ് റോളിങ്, ആ ഒരു സ്പിരിറ്റ് വിടണ്ട. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ വേറൊന്നും ഇല്ല. അങ്ങനെ വേറെ ജോലിക്ക് പോണു, തിരിച്ചു വരണു, അത്ര തന്നെ. പോയി വർക്കൗട്ട് ചെയ്യുന്നു. ഇപ്രാവശ്യം ഓണം ഒരു വെറൈറ്റി ആയിട്ട് പിടിക്കുന്നൊന്നുമില്ലേ? ഞാൻ അമ്മയോട് പറയുന്നു ഇപ്രാവശ്യം സദ്യ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണ്ട, നമ്മളെ മാലിക്കിനെ കൊണ്ട് പച്ചക്കറികളൊക്കെ വെട്ടിട്ട് നിങ്ങളെല്ലാം സ്വന്തം ഉണ്ടാക്കുക. വീട്ടിലുണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. എന്താ അങ്ങനെ പറയരുത്, അതൊക്കെ കിട്ടും. എന്നിട്ട് വേണം ഞങ്ങളെ വിളിക്കാൻ സദ്യക്ക്. അമ്മായിക്ക് അവസാനം പണിയാവും. അത്രക്ക് മാലിക് ഒന്നും ചെയ്യില്ല എന്നല്ലേ? എന്നാ നമ്മുടെ ഈവെന്റ്സ് ഉണ്ട് 25th, അമ്മനെയും കൊണ്ട് പോട്ടോ. അത്തം പത്തോണം ഒരു അടിപൊളി ഈവെന്റ് നടക്കാണേ 25th മിയ മോളില്. 25th ഷാർജ മിയ മോൾ ഇല്ലേ, നെസ്റ്റോ മിയ മോൾ, നെസ്റ്റോ മിയ മോൾ അൽനാദയില്. അവിടെ 25th രാവിലെ തന്നെ അമ്മനെയും കൊണ്ട് പോന്ന്. ഒരുപാട് ഈവെന്റ്സ് ഉണ്ട് അവിടെ അത്തം പത്തോണത്തിന്റെ. 25-ാം തീയതി ഈ മാസം. സൺഡേ. നോക്കാം, നോ പ്രോബ്ലം. അപ്പൊ മാലിക്, ഒത്തിരി ദിവസമായി നമ്മൾ ഒരുമിച്ച് കളിച്ചിട്ട്, അപ്പൊ നമുക്ക് കളി പെട്ടെന്ന് തുടങ്ങിയാലോ? സ്റ്റാർട്ട് പറഞ്ഞോ? അങ്ങനെയൊക്കെ സ്റ്റാർട്ട് പറഞ്ഞ ഇയാൾക്ക് ഇച്ചിരി മടി കാണില്ലേ? കുറച്ച് എനർജിയോടെ പറയണം കേട്ടോ. എന്തായാലും സ്റ്റോപ്പ് പറഞ്ഞോ? സ്റ്റാർട്ട് പറഞ്ഞു, സ്റ്റോപ്പും പറഞ്ഞോ? ഇല്ല, സ്റ്റോപ്പ് പറഞ്ഞില്ല, സ്റ്റാർട്ട് പറഞ്ഞു. കറങ്ങിയില്ലെന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറ കുറച്ച് ഊർജത്തോടെ. ഓക്കെ, പോളിറ്റിക്സ്. മാലിക്, പൊളിറ്റിക്സോടാണ് നമ്മൾ ഇന്ന് അടിവിടാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊളിറ്റിക്സ് ഒക്കെ എല്ലാം അപ്ഡേറ്റഡ് അല്ലേ? നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. 2024 കോയമ്പത്തൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി ആരാണ്? അതായത് ഈ വർഷം കോയമ്പത്തൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി ആരാണ്? ഓപ്ഷൻസ്: അണ്ണാമലൈ, പൊൻ രാധാകൃഷ്ണൻ, പനീർസെൽവം. ഓപ്ഷൻ ബി എന്തോന്നാണ് പറഞ്ഞത്? പൊൻ രാധാകൃഷ്ണൻ, പൊൻ രാധാകൃഷ്ണൻ, പനീർസെൽവം. ഓപ്ഷൻ ബി പൊൻ രാധാകൃഷ്ണൻ. അയ്യോ, തെറ്റിപ്പോയി, ഓപ്ഷൻ എ ആയിരുന്നു. മാഷെ, എനിക്ക് കുഴപ്പമുണ്ട്, എനിക്ക് നിങ്ങൾ ആരെങ്കിലും സമ്മാനം അടിച്ചിടണം. മാലിക്, പോട്ടെ, നെക്സ്റ്റ് ടൈം വിളിക്കണം, സമ്മാനം അടിക്കണം കേട്ടോ. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ സമ്മാനം അടിക്കണം. ഇല്ലാന്നേ. അപ്പൊ എന്റെ പ്രതീക്ഷ മാലിക്കിലൂടെ ആയിരുന്നു. പോട്ടെ, സാരല്ല, നെക്സ്റ്റ്. അതെ, താങ്ക് യു മാലിക്. നൈസ് ടോക്കിംഗ് ടു യു. ബൈ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ കോളർ ആയിരുന്നു. ഇവർക്കും സമ്മാനം ഒന്നും കിട്ടിയില്ല. അപ്പൊ നിങ്ങളാവട്ടെ എന്റെ ഫസ്റ്റ് കോളർ, പെട്ടെന്ന് വിളിക്കുക. 3 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ താത്ര പേഴ്സണൽ ക്ലാസ് എല്ലാം കേസിക്കതേ പെട്ടെന്ന് വിളിക്കുക കേട്ടോ. അപ്പം ഓർമ്മയുണ്ടല്ലോ, അത്തം പത്തോണം 2024 സീസൺ 2 വരെയാണ്. ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഉച്ചയ്ക്ക് ശേഷമുള്ള മത്സരങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? തിരുവാതിര കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പൊ എല്ലാ ഡാൻസേഴ്സിനും നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യാനൊരു നല്ല ടെക്നിക്കാണ് തിരുവാതിര മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 കുറച്ചുകൂടെ. അപ്പൊ തിരുവാതിര കോമ്പറ്റീഷൻ, മലയാളി മംഗ കോമ്പറ്റീഷൻ, പിന്നെ മിസ്റ്റർ മലയാളി. നമ്മൾ ആണുങ്ങൾ മുന്നോട്ട് വരണം അല്ലേ? ആണുങ്ങളുടെ സൗന്ദര്യം അങ്ങനെ മറച്ചു വെക്കാനുള്ളതാണോ? അല്ല. അപ്പൊ നിങ്ങൾ ഇതിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.
മാവേലി കോമ്പറ്റീഷൻ ഉണ്ട്, പിന്നെ ഒന്നും പറയണ്ട, പാട്ട്, ഡാൻസ്, ബാക്കി എല്ലാ കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 0527978182 അല്ലെങ്കിൽ 0562264545. ഈ നമ്പറിലോട്ട് വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. കണ്ട താഴെ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ സമ്മാനങ്ങളൊന്നും മിസ് ചെയ്യാൻ പറഞ്ഞാൽ ഗോൾഡ് കോയിൻസ്, ക്യാഷ് പ്രൈസ് ഒക്കെയാണ്, ബ്രാൻഡഡ് ഐറ്റം ഒക്കെയാണ്, വെറുതെ വിടണോ? അപ്പൊ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാ, പോയി എൻജോയ് ചെയ്യാൻ. നമ്മുടെ ഓണാഘോഷം ഇവിടെ തുടങ്ങട്ടെ അല്ലേ? ഐ തിങ്ക് വി ഹാവ് എ കോളർ. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണത്? ശശീന്ദ്രൻ. ശശിയേട്ടാ, ഓ മൈ ഗുഡ്നസ്, എത്ര യുഗങ്ങളായി നമ്മൾ സംസാരിച്ചിട്ടല്ലേ? അതെ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ, നമ്മള് 3-in-1 വിളിക്കാറൊക്കെ ഉണ്ടോ? 3-in-1 വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നോന്ന്? വിളിക്കാറുണ്ട്. ഞാൻ ഉണ്ടായിരുന്നില്ല, ഒരു മാസം കണ്ടില്ല, വല്ലപ്പോഴും വിളിക്കാറുണ്ട്. ആ, ഞാൻ നാട്ടിലായിരുന്നു. നല്ല മഴയാണ് നാട്ടില്. അടിപൊളി, നല്ല സത്യം. ഇവിടുത്തെ ഈ ചൂട്, ആ മഴയിൽ നിന്ന് തണുപ്പത്ത് വന്നിറങ്ങിയത് നല്ല മൈക്രോവേവിനകത്തോട്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണത്തിനൊക്കെ എന്താ പ്ലാൻ? ഓണത്തിന് നാട്ടിൽ പോണോ? അതെ. അയ്വാ, എപ്പോഴാ പോന്നേ? ഈ മാസം ലാസ്റ്റ്. ആഹാ, എന്നിട്ട് എന്നാ തിരിച്ച് ഓണം കഴിഞ്ഞ ഉടനെ വരുമോ? ഓണം കഴിഞ്ഞോണ്ട് വരും. അതെ അതെ, ഓക്കെ, നൈസ് നൈസ് നൈസ്. പിന്നെ എന്തൊക്കെയുണ്ട്? പുതിയ സിനിമകളുണ്ടോ? പുതിയ സിനിമ കണ്ടിട്ട് 1-2 മാസമായി. ആ, ഓക്കെ. പിന്നെ ലൈഫിൽ എന്തെങ്കിലും പുതിയതായ മാറ്റങ്ങൾ, ചേഞ്ചസ്, എനിത്തിങ് ന്യൂ ടു ഷെയർ വിത്ത് us? ഇങ്ങനെയല്ല, ആസ് യൂഷ്വൽ അല്ലേ? ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയും നല്ല സന്തോഷത്തോടെ നന്നായി അടിപൊളിയായി പോകാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് കളി അറിയാലോ? സ്റ്റാർട്ട് പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട്. എടാ തിരിയടാ, തിരിഞ്ഞില്ലേ? തിരിഞ്ഞു. അവന് കുറച്ച് മടിയാണ്, എടുക്ക്. സ്റ്റോപ്പ്. ഓക്കെ, പൊളിറ്റിക്സ് അല്ലേ? സ്പോർട്സ് ആണ്. ആ, അപ്പൊ ശശിയേട്ടാ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് കിക്ക് അടിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. ഓക്കെ, നമ്മുടെ സ്പോർട്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരാൻ എത്ര മടി? ഒരിക്കലില്ല നമ്മുടെ ശശിയേട്ടനോ. ഓക്കെ, ഹേയ്, I can't read that. ഐസൻഹോവർ കപ്പ്, ഒരു കപ്പിന്റെ പേരാണ്. ഐസൻഹോവർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐസൻഹോവർ കപ്പ്. ഓക്കെ, ഓപ്ഷൻസ്. ഐസൻഹോവർ കപ്പ് ഏത് കായികമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്, ചെസ്, ടെന്നീസ്. ഗോൾഫ് ആണോ, ചെസ് ആണോ, ടെന്നീസ് ആണോ? ഐസൻഹോവർ ഗോൾഫ് അടിക്ക് ആണോ? നോക്കിട്ടെ. ഓക്കെ, കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അതൊക്കെ ഞാൻ പറഞ്ഞനുസരിച്ച് മാറ്റിയിരുന്നെങ്കിലില്ലേ എന്റെ ശശിയേട്ടൻ കൊന്നേനെ. പോണെ, സാരില്ല. അപ്പൊ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഓക്കെ, പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ആണ് അടുത്ത ടോപ്പിക്. പൊളിറ്റിക്സ് അല്ലേ, സ്പോർട്സ് ആണോ? എന്റെ കണ്ണിനാണ് പ്രശ്നമാണോ ദൈവമേ? പൊളിറ്റിക്സ് അല്ലേ? ഓക്കെ, പൊളിറ്റിക്സ് ആണ് അടുത്ത ടോപ്പിക്. എല്ലാം അപ് ടു ഡേറ്റ് അല്ലേ? എല്ലാം കാണാറില്ലേ? ഓക്കെ, ദ ക്വസ്റ്റ്യൻ 2024-ൽ വിജയവാഡയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച TDP സ്ഥാനാർത്ഥി ആരാണ്? അതായത് മുക്ത മഹേഷ് കുമാർ, അവിനാഷ് റെഡ്ഡി, കേശിനേനി ശിവനാഥ്. ഇത് ഈ വർഷം നടന്നിരിക്കുന്ന മത്സരത്തിലെ സ്ഥാനാർത്ഥി, TDP സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. വിജയവാഡയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച TDP സ്ഥാനാർത്ഥി. അയ്യോ, ശരി, കറക്കി കുത്തിക്കോ. അവിനാഷ് റെഡ്ഡി. ഓക്കെ, സി ആയിരുന്നു ആൻസർ. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. സാരല്ല ശശിയേട്ടാ, പോട്ടെ. ചേച്ചിനെ കൊണ്ട് വിളിപ്പിക്കും. ചേച്ചിനെ കൊണ്ട് ചേച്ചി വിളിക്കൂ.
ഹായ്. ആ സത്യം, നിങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒത്തിരി നാളായി, ശരിക്കും മിസ്സാവുന്നുണ്ടായിരുന്നു. എന്തുണ്ട് വിശേഷം? നാട്ടിൽ കുറെ നിന്നോ? ആ, 1 മാസത്തിൽ കൂടുതൽ നിന്നു. നല്ല മഴ, ഒരു രസാണ്. ഒന്നും ചെയ്യാതെ മഴ ആസ്വദിക്കാനുള്ള സുഖം വേറെ തന്നെ അല്ലേ. ഇവിടെ ആകുമ്പോ നമ്മളെല്ലാം ചെയ്യണം. അവിടെ പോകുമ്പോ വീട്ടിലമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ചായ പൊറോട്ടയും പൂമുഖത്തിലൊരു ബ്ലാക്ക് ടീ എന്ന് പറയുമ്പോ ബ്ലാക്ക് ടീ. പക്ഷെ തടി വെച്ചിട്ടൊന്നുമില്ല. തടി വെച്ചിട്ടില്ലാന്നോ? തടി അത്യാവശ്യം ഉണ്ടല്ലോ, ഇതിലേറെ എന്തോ. ചേച്ചി ഒന്നുകൂടെ വിളിക്കട്ടോ, ഇപ്പൊ ചേർന്നല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ചേച്ചി വിളിക്ക്, സമ്മാനം കിട്ടട്ടെ. ഓണത്തിന് പ്രോഗ്രാം ഉണ്ടേ 25ന് പോണം കേട്ടോ. ഞങ്ങള് ഓണത്തിന് മുന്നേ നാട്ടിലാണ്. അല്ല, ഈ 25-നാ നിങ്ങൾ എന്താ പോകുന്നത്? 24. അശോ, ഒരു ദിവസത്തെ ഡിഫറൻസ് അല്ലേ. എന്തായാലും നാട്ടിൽ ഓണം അടിച്ചു പൊളിക്കാം. ഒരുപാട് നല്ല മെമ്മറീസും ആയിട്ട് തിരിച്ചു പോവാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. അപ്പം ഇത് നമ്മുടെ വൺ ഓഫ് അവർ ഫേവറേറ്റ് കോളേഴ്സ് ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കോളേജും ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ എല്ലാവരുടെയും ഒത്തിരി കാലത്തിന് ശേഷം വേണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എല്ലാവരും വിളിക്കുക. സമ്മാനം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വിഷയമല്ല അല്ലേ. യു ഷുഡ് ഹാവ് ദാറ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സമ്മാനം കിട്ടും. വാട്ട് മാറ്റേഴ്സ് ഇസ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്താ പറയാ, ഒന്ന് ട്രൈ ചെയ്യുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഇൻഫർമേഷൻ കിട്ടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വി ക്യാൻ ഷെയർ തോട്ട്സ്, നമ്മുടെ വിശേഷം പങ്കുവെക്കാം, 2-3 മിനിറ്റ് സംസാരിക്കാം. ഒരു സന്തോഷമല്ല. അപ്പൊ എല്ലാവരും വിളിക്കാം. നമ്മുടെ ബിസി ലൈഫിൽ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയ ജീവിതത്തിൽ ഇടയ്ക്കൊരു എന്റർടൈൻമെന്റ് നമുക്ക് എല്ലാവർക്കും ആവശ്യമല്ലേ. സോ എല്ലാവരും വിളിക്കുക, സമയം കളയരുത്. കുറച്ച് സമയം കൂടെയുള്ള ഒരു 10 മിനിറ്റിൽ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവും. സോ ഇനി വേറൊരു കാര്യം ഞാൻ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം നിങ്ങളെ. അതായത് റിവൈൻഡ് എടുത്ത് പോകുമ്പോൾ ഹിറ്റ് മെലഡി ഡ്രീംസ്, അതെ നമ്മുടെ നീതം കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസ്. അതെ, ഞാൻ പറഞ്ഞ 12 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സീരീസിന്റെ അടുത്ത ഈവന്റ് വരാൻ പോകുന്നത് ഈ മാസം 31-ാം തീയതിയാണ്. 31 ഓഗസ്റ്റിനാണ് വരാൻ പോകുന്നത്. അതെ, ഇപ്രാവശ്യം വരാൻ പോകുന്നത് ആരാണ്? നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സിംഗർ നരേഷ് അയ്യർ ആണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ. ഒബ്വിയസ്ലി കാണാൻ ആഗ്രഹം എന്ന് മാത്രമല്ല, നമ്മുടെ പ്രവാസി മലയാളികളാണ് ഇവരെ കൂടെ പാടാൻ പോകുന്നത്, നമ്മുടെ നരേഷ് അയ്യറിന്റെ കൂടെ. അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ് അല്ലെ. അപ്പൊ നമ്മൾക്കൊക്കെ ഇത് എവിടെ പോയി കാണാം എന്ന് ചോദിച്ചാൽ ദുബായ് അമേരിക്കൻ അക്കാദമി, ഹെസർ സ്ട്രീറ്റ്, അൽ ബർഷ. അപ്പൊ 31 ഓഗസ്റ്റ് അമേരിക്കൻ അക്കാദമി പോവാ, എൻജോയ് ചെയ്യാ, പാട്ട് നരേഷ് അയ്യറിനെ കാണാം, ഇതുപോലെ അടിപൊളി പാട്ടുകൾ കേൾക്കാം, എൻജോയ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ഇനിയും അയക്കാം, അതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നെക്സ്റ്റ് മന്തിൽ ചിലപ്പോൾ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നിങ്ങളാവാം. സോ കീപ് ട്രൈയിങ് യുവർ ലക്ക്. ഇനി നമുക്ക് കുറച്ച് നിമിഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് വിളിച്ചാൽ നമുക്ക് കളിക്കാം. സനീഷ് അപ്പുറത്ത് റെഡിയായി നിൽക്കുകയാണ്, നിങ്ങളെ തോപ്പിക്കും എന്നുള്ള ഭയങ്കര അഹങ്കാരത്തോടു കൂടി. പക്ഷെ വിട്ടു കൊടുക്കരുത്, വിളിക്കണം, ഇവരെ തോപ്പിച്ച് നാറ്റിച്ച് വിടണം. സാധാരണ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാ വരാറ് പാതിരാത്രി. പാതിരാത്രി എന്തോ ഒരു ചൊല്ലുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത് നിരഞ്ജ? അർദ്ധരാത്രിയിൽ അതന്നെ, അർദ്ധരാത്രി കുട പിടിക്കുന്നുള്ള എന്തോ ഒരു ഭാവമില്ലേ, അതുപോലെയാണ് മൂപ്പരുടെ കഥ. അല്പൻ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും. അതാണ് നമ്മുടെ സനീഷ്. കൂളിംഗ് ഗ്ലാസ് കിട്ടി വരും പാതിരാത്രി, എന്നിട്ട് അയ്യോ ക്യാമറ എവിടെയാന്നൊക്കെ ചോദിക്കും. ഭയങ്കര കോമഡിയാണ്. എന്തായാലും ഇപ്പം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കളിക്കളം കാണുന്നതായിരിക്കും. സോ ഇന്ന് നമ്മുടെ കോളേഴ്സ് ഒന്നും വേറെ കാണുന്നില്ല. ക്രിസ് നേരത്തെ വിളിച്ച് ഡിസ്കണക്ട് ആയിപ്പോയി. ഭയങ്കര സങ്കടമുണ്ട്. ക്രിസിന് ഇപ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ക്രിസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഡു കോളേഴ്സ്. 3-in-1 എന്ന് പറയുന്നത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ 3 ദിവസങ്ങളിലാണ്. 7:30 തൊട്ട് 8:30 വരെയാണ് നോൺ സ്റ്റോപ്പായി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈം. സോ നെക്സ്റ്റ് ടൈം വിളിക്കുക. ഇപ്രാവശ്യം നമുക്ക് വിന്നേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സങ്കടമുള്ള കാര്യമാണ്, സന്തോഷമല്ല, സോറി. അപ്പൊ അടുത്ത പ്രാവശ്യം, അതായത് നാളെ നിങ്ങൾ വിളിക്കുമ്പം എന്തായാലും വിന്നേഴ്സ് ഉണ്ടാവട്ടെ. നാളെ വേറൊരാൾ വരുന്നതായിരിക്കും നിങ്ങളുടെ കൂടെ കളിക്കാൻ. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. അതിനു മുമ്പ് ഒന്നുകൂടി ജസ്റ്റ് ഒരു ജെന്റിൽ റിമൈൻഡർ ടു
25th ഓഗസ്റ്റ്, ഈ മാസം 25ന് നമ്മുടെ ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവാണ് നമ്മുടെ ദുബായിൽ. മറക്കരുത്. അത്തം പത്തോണം 2024 സീസൺ 1 അടിപൊളി സക്സസ് ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ്. സോ നിങ്ങൾ മിസ് ചെയ്യരുത്. ഷാർജ നെസ്റ്റോ മിയ മോളിൽ വെച്ചിട്ട് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 10 മണി വരെയാണ്. അതുപോലെ തന്നെ നിതം കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ഈവന്റ് ഈ മാസം നടക്കാൻ പോകുന്നത് 31st ഓഗസ്റ്റ്, അതായത് ദുബായ് അമേരിക്കൻ അക്കാഡമിയിലാണ്. ഈ 2 ഇവന്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റ്സും ആയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ദിസ് ഈസ് ഷജീല ആൻഡ് യു ആർ വാച്ചിങ് 3 in 1. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ബൈ.